ഫയലുകൾ ഇപ്പോഴും കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുണ്ടെന്നും അത് അവസാനിപ്പിക്കാൻ സർക്കാർ വലിയ ശ്രമം നടത്തുമെന്നും അതിനായി സെക്രട്ടേറിയറ്റിലും മറ്റ് ഓഫീസുകളിലും ഇടപെടലുകൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം വിമൻസ് കോളേജിൽ നടന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഫയലുകളും പരാതികളും തീർപ്പാക്കാൻ വഴിവിട്ട നടപടികൾക്ക് അവകാശമുണ്ടെന്ന തരത്തിലുള്ള പെരുമാറ്റം സർക്കാർ ഓഫീസുകളിൽ അംഗീകരിക്കില്ല. ജനങ്ങളുടെ ദാസന്മാരായാണ് വിവിധ ഓഫീസുകളുള്ള ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കേണ്ടത്. പ്രശ്നപരിഹാരത്തിനായി ജനങ്ങൾ ബുദ്ധിമുട്ടരുത്. സേവനം ജനങ്ങളുടെ അവകാശമാണ്. അതിനാലാണ് സർക്കാർ അധികാരത്തിലെത്തിയ വേളയിൽ ഓരോ ഫയലിനും പിന്നിലും ഒരു ജീവിതമുണ്ടെന്ന് ജീവനക്കാരെ ഓർമ്മപ്പെടുത്തിയത്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേഗതക്കുറവെന്ന പരാതി ഉണ്ടാകാതെ കാര്യങ്ങൾ തീർപ്പാക്കണം. ഉദ്യോഗസ്ഥർ അർപ്പണബോധത്തോടെ കാര്യങ്ങൾ നിർവഹിക്കണം. ജനങ്ങളെ സഹായിക്കുന്നതിന് ഓൺലൈൻ സംവിധാനം ശക്തിപ്പെടുത്തും. 800-ലധികം സേവനങ്ങൾ നേരത്തെ ഓൺലൈൻ ആക്കിയിരുന്നു. ഏറ്റവും അധികം ജനങ്ങൾ സഹായം തേടിയെത്തുന്ന പഞ്ചായത്ത് റവന്യൂ തലത്തിലാണ് കൂടുതൽ ഓൺലൈൻ സേവനങ്ങൾ നടപ്പാക്കിയത്. ജനങ്ങൾക്കായി നടപ്പാക്കുന്ന നല്ല കാര്യങ്ങൾ അവർ അറിഞ്ഞുപോയാൽ സർക്കാരിന് ഗുണകരമായാലോ എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട്. ആരോഗ്യകരമായ സമീപനങ്ങളെ സ്വീകരിക്കുകയും കലവറയില്ലാത്ത സഹകരണം നൽകുകയും ചെയ്യുന്ന നടപടി നമ്മുടെ നാട്ടിൽ സംഭവിക്കാറില്ല. ചിലരുടെ താൽപ്പര്യം സംരക്ഷിക്കുന്ന തരത്തിലെ പ്രചാരണമാണ് അത്തരം സന്ദർഭങ്ങളിൽ നടക്കുക. നെഗറ്റീവ് ചിന്തയും നിഷേധാത്മക നിലപാടും വളർത്തിക്കൊണ്ടുവരികയാണ് അത്തരക്കാരുടെ ലക്ഷ്യം. എന്നാൽ ജനങ്ങൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിധിയെഴുത്ത് നടത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പഴയ കാലത്തിൻ്റെ തുടർച്ചയായി നമ്മുടെ ഓഫീസ് സംവിധാനങ്ങളിൽ വന്നു ചേർന്നു എന്നതാണ്. അതിൻ്റെ ഭാഗമായി സംഭവിച്ചത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ദാസന്മാരായാണ് അധികാരസ്ഥാനങ്ങളിലുള്ളവരും അധികാരത്തിൻ്റെ വക്താക്കളായി വിവിധ ഓഫീസുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കേണ്ടത്. പക്ഷേ അതായിരുന്നില്ല ജനങ്ങളുടെ അനുഭവം. ഈ യഥാർത്ഥ സ്പിരിറ്റ് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിയത്. യഥാർത്ഥത്തിൽ ജനങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി വല്ലാതെ ബുദ്ധിമുട്ടാൻ പാടില്ല. ആരുടെയും മുന്നിൽ വന്നു നിന്ന് ഭവ്യത പ്രകടിപ്പിച്ച് നേടേണ്ടതല്ല പ്രശ്നപരിഹാരം. അത് അവരുടെ അവകാശമാണ്. മേനംകുളം വില്ലേജിലെ ശൈലജയ്ക്ക് കരമടയ്ക്കാൻ അനുമതി നൽകിയ ഉത്തരവിൻ്റെ പകർപ്പ് വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം സ്വീപ്പറായ ബേബിയുടെ മകൻ ജയകുമാറിന് ആശ്രിത സർട്ടിഫിക്കറ്റ്, താഹിറ ബീവിക്ക് ഗുരുതര രോഗങ്ങൾക്കുള്ള ചികിത്സാ സഹായം ലഭിക്കുന്നതിന് അത്യോദയ അന്ന യോജന കാർഡ് എന്നിവ മുഖ്യമന്ത്രി ചടങ്ങിൽ കൈമാറി. ഭക്ഷ്യമന്ത്രി GR അനിൽ അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, MLA മാരായ ആന്റണി രാജു, കടകംപള്ളി സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് VK പ്രശാന്ത്, വി ജോയ്, അഡ്വക്കേറ്റ് വി ശശി, മേയർ ആര്യ രാജേന്ദ്രൻ, ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലാ കളക്ടർ അനുകുമാരിയും സ്വാഗതവും, സബ് കളക്ടർ OV ആൽഫ്രഡ് നന്ദിയും പറഞ്ഞു.